നമസ്കാരം. പണ്ടൊക്കെ നമ്മുടെ തറവാട്ടിലൊക്കെ കാണാറുണ്ടായിരുന്ന പാത്രങ്ങളാണ് ഈ ചെമ്പു പാത്രങ്ങൾ, അല്ലെ ഈ കോപ്പർ വെസൽസ്. പക്ഷെ കാലം മാറിയപ്പോൾ അവയുടെയൊക്കെ സ്ഥാനത്ത് നല്ല മനോഹരങ്ങളായിട്ടുള്ള സ്റ്റീലിൻ്റെയും അലുമിനിയത്തിൻ്റെയും ഫൈബറിൻ്റെയും അതുപോലെ മൺപാത്രങ്ങളും പ്ലാസ്റ്റിക്കും ഒക്കെ വന്നു. അതോടെ ഈ പഴയ ചെമ്പുപാത്രങ്ങളൊക്കെ കാണാതായി. ഈ ചെമ്പുപാത്രത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതിൽ വെള്ളം കുടിച്ചാൽ അല്ലെ വെള്ളം സൂക്ഷിച്ചാൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് പഴമക്കാർ ഈ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് ചെമ്പിൻ്റെ ഗ്ലാസ് ഒക്കെ ഉപയോഗിച്ച് വന്നത്. ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും ചെമ്പുപാത്രത്തിൽ വെള്ളം കുടിച്ചാൽ എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നതെന്ന് നോക്കാം. ഈ ചെമ്പുപാത്രത്തിൽ സൂക്ഷിക്കുന്ന വെള്ളത്തിന് ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഒക്കെ ലഭിക്കുന്നു. വെള്ളം ശുദ്ധമാവുകയും ശരീരത്തിലെ അണുബാധകൾക്ക് കാരണമാകുന്ന സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കാനും സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ സൂക്ഷിക്കപ്പെടുന്ന വെള്ളം താമ്രജലം എന്ന് പോലുമാണ് അറിയപ്പെട്ടിരുന്നത്. ഇങ്ങനെയുള്ള ജലം ഈ ക്യാൻസർ പ്രതിരോധത്തിന് സഹായിക്കുന്നു. തൈറോയ്ഡ് മൂലമുള്ള ഹോർമോൺ പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കുന്നു. ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കുന്നു. BP, കൊളസ്ട്രോൾ ഒക്കെ നിയന്ത്രിക്കുന്നു. ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു. എല്ലുകൾക്ക് ആരോഗ്യം നൽകുന്നു. ഈ ഓസ്റ്റിയോപൊറോസിസ്, അതായത് എല്ല് തേയ്മാനം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കുന്നു. ഇനി ഇത് എങ്ങനെ കുടിക്കണം എന്ന് നോക്കാം. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശുദ്ധമായിട്ടുള്ള ചെമ്പുപാത്രം തന്നെ എടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ എല്ലാത്തിലും മായം ചേർന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് വാങ്ങുന്നതിന് മുമ്പ് ഇത് നല്ല ശുദ്ധമായിട്ടുള്ള ചെമ്പുപാത്രം തന്നെയാണെന്ന് ഉറപ്പാക്കുക. അതിലേക്ക് ശുദ്ധജലം ഒഴിച്ചു വയ്ക്കുക. തിളപ്പിച്ചാറിയതോ അല്ലെ ഫിൽറ്റർ ചെയ്തതോ ഒക്കെ ആയിട്ടുള്ള വെള്ളം ഒഴിക്കുക. രാവിലെ വെറും വയറ്റിൽ കുടിക്കുക. ദിവസവും ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും ഇങ്ങനെ കുടിക്കുകയാണെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള ഗുണങ്ങളൊക്കെ ലഭിക്കും. പാത്രം നന്നായിട്ട് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക. ഇത്രയധികം ഗുണങ്ങൾ ഉണ്ടെങ്കിലും അമിതമായിട്ടുണ്ടെങ്കിൽ അമൃതം വിഷമാണെന്ന് ഓർക്കുക. അതുകൊണ്ട് വളരെ മിനിമലായിട്ട് കുടിക്കാനും ശ്രദ്ധിക്കുക. ഇത്രയധികം ഗുണങ്ങൾ ഉണ്ടെങ്കിലും ചെമ്പുപാത്രത്തിൽ കുടിക്കാനും കഴിക്കാനും പാടില്ലാത്ത കുറച്ച് ഭക്ഷണങ്ങൾ കൂടി ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ഈ പാലുൽപ്പന്നങ്ങളായിട്ടുള്ള മോര്, തൈര് ഒന്നും ഇതിൽ കുടിക്കാൻ പാടില്ല. രണ്ടാമതായിട്ട് ഈ മാങ്ങയോ നാരങ്ങയോ പോലുള്ള അച്ചാറുകൾ, വിനാഗിരി ചേർന്നവ, സോസുകൾ, ജാമുകളൊന്നും ചെമ്പുപാത്രത്തിൽ സൂക്ഷിക്കരുത്. അടുത്തായിട്ട് ഈ നാരങ്ങാ വെള്ളമാണ്, അല്ലെങ്കിൽ നാരങ്ങാ വെള്ളത്തിലൊക്കെ തേൻ ചേർത്തൊന്നും ഇതിൽ കുടിക്കരുത്. ഈ പഠനങ്ങൾ അനുസരിച്ച് 6-ൽ താഴെ pH ലെവലുള്ള ഭക്ഷണങ്ങൾ ചെമ്പുമായിട്ട് സമ്പർക്കം വന്ന, അല്ലെങ്കിൽ ചെമ്പിൻ്റെ അലോയി പാത്രങ്ങൾ അസിഡിക് ഭക്ഷണങ്ങളുമായിട്ട് ചേരുമ്പോൾ ഭക്ഷണത്തിലേക്ക് ചെമ്പിൻ്റെ അംശം കൂടുതലായിട്ട് കലർന്നേക്കാം. അതിനാൽ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളും പാനീയങ്ങളും ചെമ്പുപാത്രത്തിൽ സൂക്ഷിക്കാതിരിക്കാൻ കൂടെ ശ്രദ്ധിക്കുക.